ഇന്ന് നമുക്ക് ആംബുലൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ചില അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. ഷവർലെറ്റ് സവാന, ഓക്കെ, V8 എഞ്ചിനാണ്. നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് വരാം. ഫസ്റ്റ് നമുക്ക് പരിചയപ്പെടുത്താം. ബാറ്ററിയാണ്. ബാറ്ററി നമ്മൾ നോർമലി ചെക്ക് ചെയ്യുന്നത്, ബാറ്ററിയുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്, ഇതിലൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു ലൈറ്റ് കാണാം. ഗ്രീൻ അല്ലേ, നിങ്ങൾ കാണാൻ പറ്റുന്നു? ഗ്രീൻ അല്ലേ? ഈ ഗ്രീൻ ആണെങ്കിൽ ഗുഡ് കണ്ടീഷനാണ്. പിന്നെ ഇതിൽ നോർമൽ ബാറ്ററികളിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത് ഞാൻ കാണിച്ചുതരാം. ഗ്രീൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, പിന്നെ ബ്ലാക്ക് ഉണ്ട്, പിന്നെ വൈറ്റ് ഉണ്ട്. വൈറ്റ് ആണെങ്കിൽ എക്സ്പയർഡ് ആയതാണ്. ഗ്രീൻ ആണെങ്കിൽ, ബ്ലാക്ക് ആണെങ്കിൽ ചാർജിങ്, അതായത് ലൈറ്റ് ഒന്നും കാണത്തില്ല. അതാണ് ബ്ലാക്ക് ഉദ്ദേശിക്കുന്നത്. അത് റെഡാണ്, ഡാർക്ക് റെഡാണ് അത്. പക്ഷേ നമുക്ക് അന്നേരം കണ്ടാൽ മനസ്സിലാകത്തില്ല റെഡാണ് എന്തോ. അത് ചാർജ് വേണമെന്ന്, ചാർജ് ഇല്ല, ചാർജ് കയറുന്നില്ലെന്നാണ്. പിന്നെ മെയിനായിട്ട് 2 ഐറ്റങ്ങളാണ് വേണ്ടത് ചെക്ക് ചെയ്യേണ്ടത്. മെയിൻ റേഡിയേറ്ററിൻ്റെ ക്യാപ്പാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് സ്പെയർ ടാങ്കാണ്. നമുക്കിത് എപ്പോഴും മെയിൻ റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് ഓപ്പൺ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അത്യാവശ്യ ഘട്ടത്തിന് മാത്രം മെയിൻ റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് ഓപ്പൺ ചെയ്യുക. സ്പെയർ ടാങ്കിലാണ് എപ്പോഴും നമ്മൾ നോർമലി എവരിഡേ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. എവരിഡേ റേഡിയേറ്ററിന്റെ പൈപ്പുകൾ ലീക്കാവും. കാരണം എന്ന് വെച്ചാൽ അതിന്റെ ഡേറ്റ് എക്സ്പയർഡ് ആവുന്നത് കൊണ്ടാണ് ലീക്കാവുന്നത്. അതായത് അമിതമായ ചൂട് അല്ലേ ഈ പൈപ്പിലൂടെയൊക്കെ സഞ്ചരിക്കുന്നത്, അന്നേരം സർക്കുലേറ്റ് ചെയ്യുന്നതും അതൊരു കാരണമാണ്. പിന്നെ ഇപ്പം ഒരിക്കലും സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഒരിക്കലും മെയിൻ ക്യാപ്പ് ഓപ്പൺ ചെയ്യരുത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തതാണ്. പിന്നെ റേഡിയേറ്ററിൻ്റെ അതൊക്കെയാണ് പറയുന്നത്. പിന്നെ വേറെ പറയുകയാണെങ്കിൽ ഇത് എൻജിൻ ഓയിൽ ഒഴിക്കുന്നതാണ്. ഇതിലൂടെയാണ് എൻജിൻ ഓയിൽ ഒഴിക്കുന്നത്. പല വണ്ടിക്കും പല വ്യത്യാസമാണ്. പിന്നെ ഇത് ഗിയർ ബോക്സ് ഓയിലിൻ്റെ ചെക്ക് ചെയ്യുന്ന കേജാണ്. പിന്നെ ഇത് എൻജിൻ ഓയിലിൻ്റെ ചെക്ക് ചെയ്യുന്ന കേജാണ്. ഇതൊക്കെ ഒരു വീക്കിലി ഞാനൊരു 3 ഡേയ്സ് കൂടുമ്പോൾ ഞാൻ ചെക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ പെട്ടെന്ന് കുറവൊന്നും സംഭവിക്കത്തില്ല. പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇത് പവർ സ്റ്റിയറിംഗിൻ്റെ ഓയിൽ, ഇതും ഞാനൊരു വീക്കിലി 3 ഡേയ്സ് എല്ലാം കൂടെ ഒരുമിച്ചാണ് ചെക്ക് ചെയ്യുന്നത്. പിന്നെ ഇത് നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ടാങ്കാണ്. മാക്സിമത്തിലാണ് എല്ലാം നിൽക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ വൈപ്പറിൻ്റെ പിന്നെ നമ്മൾ എൻ്റെ ഒരിതിൽ പറയുകയാണെങ്കിൽ, മെക്കാനിക്കൊന്നും അല്ല, എന്നാലും എൻ്റെ ഒരു അറിവിൽ പറയുകയാണെങ്കിൽ ഡെയിലി ചെക്ക് ചെയ്യുന്നതും ഏറ്റവും ബെറ്ററായിരിക്കും. 3 ദിവസം കൂടുമ്പം, ആഴ്ചയിൽ 3 ദിവസം കൂടുമ്പോൾ ചെക്ക് ചെയ്യുമ്പോഴും എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ വേറൊന്നും പറയേണ്ടതെന്ന് വെച്ചാൽ, വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ചെക്ക് ചെയ്യണം. അതാകുമ്പോൾ പൈപ്പ് എവിടെയെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് നോർമലി ചെക്ക് ചെയ്യുന്നത്. പിന്നെ എൻ്റെ വീഡിയോയിൽ ഏതെങ്കിലും തെറ്റൻ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. നിങ്ങളുടെ അറിവും എനിക്ക് പകർന്നു തരുന്നത് നല്ല കാര്യമാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം ഗൈസ്.